നമസ്കാരം. ഡൽഹി കേരള ഹൗസിന് ചുറ്റും കെ.സി. വേണുഗോപാലിൻ്റെ ചിത്രങ്ങളും ഫ്ലക്സുകളും ഒക്കെ നിറഞ്ഞു. അത് മാത്രമേ ഉള്ളൂ എന്നാണ് രാവിലത്തെ മലയാളം ചാനലുകളിലെ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നലെ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റ് എന്ന മാജിക് നമ്പറിലേക്ക് UDF എത്തിച്ച് വി.ഡി. സതീശൻ വിജയാഹ്ലാദത്തിൽ ഏറി നേതൃത്വം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ നമ്മൾ സംസാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ വലിയ മത്സരമൊന്നും ഉണ്ടാവില്ല മുഖ്യമന്ത്രിയാവാൻ, വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ സാഹചര്യങ്ങൾ അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഒരു രാത്രി നേരം പുലർന്നപ്പോഴുള്ള സാഹചര്യം. 10-ാം തീയതിയോടുകൂടി മുഖ്യമന്ത്രി തീരുമാനത്തിനായി ഡൽഹിയിൽ വലിയ ചർച്ചകൾ അതിനകത്ത് നടക്കും, അതിനുശേഷം പ്രഖ്യാപിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. അദ്ദേഹത്തെ മുൻനിർത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നായകത്വത്തിൽ മുന്നോട്ട് പോയി ഒരു സർക്കാരിനെ മികച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ ഏറ്റുന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ള നിഗമനങ്ങൾ പൊളിയുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വലിയ മത്സരം നടക്കാൻ പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത്. കെ.സി. ആണ് ഹൈക്കമാൻഡ്. കെ.സിയെ പ്രശംസിച്ചുകൊണ്ടും കെ.സിക്ക് വേണ്ടിയും വലിയ വിഭാഗം രംഗത്തിറങ്ങുകയാണ്. എന്താണ് അതിനുള്ള സാധ്യത എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഒരാളുടെ നേതൃത്വത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ലീഗ് അടക്കം കേരള കോൺഗ്രസ് ജോസഫ് അടക്കം പിന്തുണ പ്രഖ്യാപിച്ച ഘടകകക്ഷികളുടെ പിന്തുണ കൂടിയുള്ള ഘട്ടത്തിൽ വി.ഡി. സതീശന് എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഞാനും അത് ആലോചിക്കും, ആദ്യം ഒക്കെ ആലോചിക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള ആലോചനയില്ല. കാരണം ജയിച്ചു വന്ന MLA-മാരിൽ എത്ര പേർ വി.ഡി. സതീശനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അവർ ഹൈക്കമാൻഡ് ഒരു സംഘത്തെ അയക്കും, എന്നിട്ട് ഇവിടുന്ന് ഇന്ദിരാഭവനിൽ നിന്ന് ഓരോ MLA-മാർ ഇൻ്റർവ്യൂ ചെയ്യും. അവർക്ക് രഹസ്യമായി പേഴ്സണലായി ഓരോരുത്തർക്കും കാര്യം പറയാം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭൂരിപക്ഷമാണ് ഒരുപക്ഷെ നിർണായകമാവുക. ഇനി അങ്ങനെ ഭൂരിപക്ഷം കിട്ടിയാലും അതിനുള്ള ചാൻസ് ചിലപ്പോൾ മാറി വന്നേക്കാം എന്നുള്ള കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല ആദ്യഘട്ടം 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രണ്ടാമത് വന്നപ്പോൾ ഭൂരിഭാഗം ആളുകൾ ഉമ്മൻചാണ്ടി അടക്കം ചെന്നിത്തലയുടെ പേര് പറഞ്ഞു എങ്കിൽ പോലും ഒരാളുടെയും പിന്തുണ ഇല്ലാതിരുന്നിട്ടും ഹൈക്കമാൻഡ് വി.ഡി. സതീശനെയാണ് പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത്. അത് ശരിയായ തീരുമാനമായിരുന്നു എന്ന് ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വെളിപ്പെടുത്തുന്നുണ്ട് എങ്കിൽ പോലും അങ്ങനെയുള്ള സാഹചര്യം പോലും ഉണ്ടാകാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് വന്നാലും പിന്തുണ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവരൊരാളെ തീരുമാനിച്ചിട്ടുണ്ട്. അത് വി.ഡി. സതീശൻ ആകാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള സൂചനകളും പല മട്ടിൽ വരികയാണ്. അതിലൊന്നാണ് കെ.സി. വേണുഗോപാലിൻ്റെ ഈ നായകത്വത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള അസാധാരണമായ പോസ്റ്റുകൾ എന്നാണ് ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് മുഖ്യമന്ത്രി സംബന്ധിച്ച ചർച്ച, മന്ത്രിമാർ സംബന്ധിച്ച ചർച്ച, ഇത് സംബന്ധിച്ച് പത്രങ്ങൾ വലിയ വിശകലനങ്ങൾ നടത്തുന്നുണ്ട്. ആദ്യം നമുക്ക് മനോരമ ഇക്കാര്യത്തിൽ ഉള്ള നിലപാട് അവരുടെ വാർത്തയിലൂടെ പറയുന്നുണ്ട്. ഇനി മുഖ്യ ചർച്ച എന്ന തലക്കെട്ടിൽ അവരൊരു വാർത്ത നൽകിയിട്ടുണ്ട്. ഞാൻ ആ വാർത്തയിലെ പ്രധാന വിശദാംശം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാം. കോൺഗ്രസ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി നിരീക്ഷകരടങ്ങുന്ന AICC സംഘത്തെ ഹൈക്കമാൻഡ് ഇന്നോ നാളെയോ നിയോഗിക്കും. കേരളത്തിലെത്തുന്ന സംഘം സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കൊപ്പം MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തും. അങ്ങനെയാണ് MLA-മാർക്കിടയിൽ ഭൂരിപക്ഷം ലഭിക്കുന്നയാൾ മുഖ്യമന്ത്രിയാകുന്നതാണ് മുൻ വർഷങ്ങളിൽ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ച സംസ്ഥാനങ്ങളിൽ കണ്ടത്. മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ട് MLA-മാരുടെയും ഘടകകക്ഷികളുടെയും പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ, കഴിഞ്ഞ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം 11 കോൺഗ്രസ് മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മന്ത്രിമാരുടെ ചർച്ചയും ഒരു ഭാഗത്ത് നടക്കും എന്നാണ് അതിൻ്റെ വിശദാംശം. ആരൊക്കെയാണ് മന്ത്രിമാരാവുക എന്നുള്ള ചർച്ചയുണ്ട്. അതിൻ്റെ സാധ്യതാ ലിസ്റ്റുകളൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ആദ്യം നമുക്ക് മുഖ്യമന്ത്രിയുടെ കാര്യം നോക്കാം. ആരാണ് മുഖ്യമന്ത്രി എന്ന വിശകലനം മാതൃഭൂമി നടത്തുന്നത് കൂടി നമുക്ക് നോക്കാം. മാതൃഭൂമി പറയുന്നത് 3 പേരുടെ പേരുകളാണ്: വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ. ഈ 3 പേർക്കും ഉള്ള പ്രത്യേകതകൾ കൂടി പ്രത്യേകമായി മാതൃഭൂമി പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ മാത്രം കൃത്യമായ ക്യാപ്സൂളുകൾ മാതൃഭൂമി വാർത്തയിലുണ്ട്. ഞാൻ ഓരോരുത്തരെ കുറിച്ചും മാതൃഭൂമി പറഞ്ഞത് പറയാം. ഒന്ന്, വി.ഡി. സതീശൻ. 2021 പരാജയപ്പെട്ട് കോൺഗ്രസും UDF-ഉം പ്രതിസന്ധിയിലായ കാലത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്ന സതീശൻ പിന്നീട് നടന്ന 5 തെരഞ്ഞെടുപ്പുകളിൽ 4ലും മുന്നണി വിജയത്തിലേക്ക് നയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് 20-ൽ 18 സീറ്റ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലും ശക്തമായ തിരിച്ചുവരവ്, തുടർച്ചയായ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ, മുന്നണിക്ക് ജയിക്കാമെന്ന ആത്മവിശ്വാസം പകർന്ന നേതാവ്. സാമുദായിക സംഘടനകളോടും രാഷ്ട്രീയ സമ്മർദ്ദ ശക്തികളോടും നിലപാടിൻ്റെ ബലത്തിൽ കാർക്കശ്യത്തോടെ നിലകൊണ്ടത് ശക്തനായ നേതാവെന്ന പ്രതിച്ഛായ സമ്മാനിച്ചു. കേരളയിൽ ശബരിമല, കിഫ്ബി തുറന്ന കാര്യങ്ങളെ സർക്കാരിനെ തുറന്നു കാണിച്ചു. നിയമസഭയിൽ ഗൃഹപാഠത്തോടെ സർക്കാരിനെ മുൾമുനയിൽ നിർത്തി ഘടകകക്ഷികളുടെ അകമഴിഞ്ഞ പിന്തുണ, അധികാരത്തിൽ വരാൻ പോകുന്ന മുന്നണി എന്ന നിലയിൽ വികസന സ്വപ്നങ്ങൾ പങ്കുവച്ചു, പൊതുജന വിശ്വാസം ആർജിച്ചു. സീറ്റ് 100 കടന്നതോടെ വിജയത്തിൻ്റെ പ്രധാന ശില്പി. അതുകൊണ്ട് സതീശന് അത്തരം ഒരു സാധ്യതയുണ്ട്. ഇനി പ്രതികൂല ഘടകങ്ങൾ.
കർക്കശക്കാരനായ നേതാവെന്ന പ്രതീതി ഒരു വശത്ത് ഗുണകരമാകുമ്പോൾ മറുവശത്ത് എതിർപ്പും ക്ഷണിച്ചു വരുത്തുന്നു. സാമുദായിക ശക്തികളെ പ്രകോപിപ്പിക്കാതെ ഓരം ചേർന്നു പോകുന്ന കോൺഗ്രസിൻ്റെ പതിവിൽ നിന്ന് വ്യത്യസ്ത സമീപനം സ്വീകരിക്കുന്നത് ഒരു വിഭാഗത്തിൻ്റെ അകൽച്ചയ്ക്ക് കാരണമാകും എന്ന വിമർശനമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നയാൾക്ക് കൂടുതൽ മെയ് വഴക്കം വേണം. MLA ആയി കാൽനൂറ്റാണ്ടായിട്ടും ഇതുവരെയും ഒരു അധികാര സ്ഥാനത്ത് ഇരുന്നിട്ടില്ല എന്നതും ഒരു പോരായ്മയാണ്. ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമാകുന്നതായി മാതൃഭൂമി പറയുന്നത് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവാണ്. 26 വയസ്സിൽ MLA, 30-ാം വയസ്സിൽ സംസ്ഥാന മന്ത്രി. സമകാലികരായ രമേശിൻ്റെ മറ്റ് കോൺഗ്രസ് നേതാക്കളൊക്കെ പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരോ കേന്ദ്രമന്ത്രിമാരോ ഒക്കെ ആയിക്കഴിഞ്ഞു. കെ കരുണാകരൻ പാർട്ടി വളർത്തി DAC രൂപീകരിച്ച പ്രതിസന്ധി ഘട്ടത്തിൽ KPCC പ്രസിഡന്റായി വന്ന് പാർട്ടിയെ സംരക്ഷിച്ചു. ആഭ്യന്തരമന്ത്രിയും ദീർഘകാലം MP-യുമായിരുന്നു. 2016 പ്രതിപക്ഷ നേതാവായപ്പോൾ അദ്ദേഹം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ സർക്കാരിന് പ്രതിസന്ധിയിൽ നിർത്തി. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായി ബന്ധം ഉള്ള നേതാവ്. അദ്ദേഹത്തിന് പ്രതികൂലമാകാൻ പോകുന്നത് 2021 തെരഞ്ഞെടുപ്പിൽ മുന്നണി അധികാരത്തിലേക്ക് നയിക്കാൻ സാധിച്ചില്ല. സീറ്റ് കുറയുകയും ചെയ്തു. ആഭ്യന്തരമന്ത്രിയായിരിക്കെ നടന്ന സോളാർ ബാർക്കോഴ അന്വേഷണങ്ങളിൽ പാർട്ടിയെയും മുന്നണിയും പ്രതിസന്ധിയിലാക്കി. കേരള കോൺഗ്രസ് M മുന്നണി വിട്ടുപോകുന്നതുവരെ കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ്. ഇനി മൂന്നാമൻ KC വേണുഗോപാൽ. KC ആണെങ്കിലും പ്രധാനപ്പെട്ട കക്ഷി. KCക്ക് അനുകൂലം. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്. അതിനാൽ തന്നെ ഹൈക്കമാൻഡിന് തൽപരൻ. ഹൈക്കമാൻഡിൻ്റെ ആദ്യത്തെ ചോയ്സ് KC ആയിരിക്കുന്നതാണ് പറഞ്ഞത്. വേണുഗോപാലിനെ സംസ്ഥാനത്തേക്ക് അയക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് അധികം ദൂരമില്ല. ജയിച്ച പലർക്കും സീറ്റ് നേടിക്കൊടുത്തതിൽ നിർണായക പങ്കുവഹിച്ചു. തെരഞ്ഞെടുപ്പിന് വേണ്ട സന്നാഹമൊരുക്കുന്നതിലും നായക സ്ഥാനത്തുണ്ടായിരുന്നു. സംസ്ഥാന മന്ത്രി, കേന്ദ്രമന്ത്രി എന്നീ നിലകളിൽ മികച്ച പ്രകടനം. തെരഞ്ഞെടുപ്പ് സമയത്ത് റിബലുകളെ കൈകാര്യം ചെയ്യുന്നതിലും പാർട്ടിയെയും മുന്നണിയെയും ഒറ്റക്കെട്ടായി നിർത്തുന്നതിലും വലിയ പങ്കുവഹിച്ചു. സാമുദായിക നേതൃത്വങ്ങളുമായി മികച്ച ബന്ധം. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യത. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ്. ഈ ഓരോരുത്തരായി ഹൈക്കമാൻഡ് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ KC വേണുഗോപാലാണല്ലോ ഹൈക്കമാൻഡിലിരുന്ന ഓരോ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചത്. അദ്ദേഹത്തിൻ്റെ പിന്തുണയോടെയുള്ള സ്ഥാനാർത്ഥികൾ പ്രത്യുപകാരം കാണിക്കാൻ കഴിയും. പിന്നെ ഷാഫിയെ പോലുള്ള മികച്ച ഗ്രൂപ്പുകൾ, മികച്ച ആളുകളുടെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഉണ്ട്. അവരൊക്കെ KCക്ക് ഒപ്പം നിൽക്കും. അങ്ങനെ പലവിധ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ചിലപ്പോൾ KC ഗ്രൂപ്പാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും ശക്തം എന്ന് പറയാവുന്ന വിധത്തിലേക്ക് ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടിയിലും പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് A ഗ്രൂപ്പ് ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ്. ഭൂരിഭാഗവും പറയുന്നത് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുമെന്നാണെങ്കിലും ഇപ്പോൾ തിരുവഞ്ചൂർ, PC വിശ്വനാഥ്, സിദ്ദിഖ് അവസാന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയിൽ നിന്ന് അകന്നു പോയെങ്കിലും അങ്ങനെയുള്ള പല രീതിയിലുള്ള സമവാക്യങ്ങളൊക്കെ ഉണ്ട്. ചാണ്ടി ഉമ്മനെ പോലുള്ള ആളുകൾ മറ്റൊരു ഭാഗത്തുണ്ട്. ഇവരൊക്കെ എന്ത് നിലപാടെടുക്കും എന്നുള്ള ചെറു ഗ്രൂപ്പുകളായി ഇപ്പോൾ മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിലൊക്കെ KCക്കൊപ്പം നിൽക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ളതൊക്കെ പ്രധാനമാണ്. എന്തായാലും ഇങ്ങനെ ഒരു വലിയ പിന്തുണ MLA-മാരുടെ കൂട്ടത്തിൽ VD സതീശന് കിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാവുന്നത്. KCക്ക് പ്രതികൂലമാകാൻ പോകുന്ന പോയിന്റ് കൂടി മാതൃഭൂമി പറയുന്നുണ്ട്. നിലവിൽ MP-യാണ്. MP-മാർ മത്സരിക്കേണ്ട എന്ന പൊതു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് MP-മാർ ആരും മത്സരിക്കാതിരുന്നത്. അത് മറികടന്ന് KC മുഖ്യമന്ത്രിയാകാൻ വന്നാൽ അദ്ദേഹം മത്സരിക്കണം, ജയിക്കണം, ലോക്സഭാ മണ്ഡലത്തിലേക്ക് ആലപ്പുഴയിലേക്ക് വേറെ തെരഞ്ഞെടുപ്പ് നടത്തണം. അങ്ങനെ ആകെ അൽത്തുകുൽത്താവും. അപ്പോൾ അത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ട്. മുഖ്യമന്ത്രി ആയാൽ ഈ തെരഞ്ഞെടുപ്പിൽ, ആലപ്പുഴ തെരഞ്ഞെടുപ്പിലും ഇരിക്കൂർ തെരഞ്ഞെടുപ്പിലും, ഇരിക്കൂറാണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് അറിയാണ്ട് വരികയാണ് ആ പേര്, സജി ജോസഫ് രാജിവെച്ച് KCക്ക് വഴങ്ങിക്കൊടുക്കണം എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം 2 തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും. അപ്പോൾ അത് നേരത്തെയുള്ള MP-മാർ മത്സരിച്ചാൽ ഇത്ര പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടെടുത്ത തീരുമാനത്തെ മറികടക്കലാകും. അത് ഒരു കുഴപ്പമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അമരക്കാരൻ സതീശനായിരിക്കെ അദ്ദേഹത്തെ ഒഴിവാക്കി മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുത്ത ആൾ, ഇറക്കുമതി ചെയ്ത ആളെന്ന പേരുദോഷം കൂടി വരാം എന്നുള്ളതാണ് മറ്റൊരു പ്രതിസന്ധിയായി KC വേണുഗോപാലിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഇതിന് പിന്നാലെ മന്ത്രിസ്ഥാനത്തേക്കുള്ള പ്രധാനപ്പെട്ട ചർച്ചകളും അണിയറയിൽ സജീവമാകുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രധാന നേതൃത്വത്തിൻ്റെ തലവേദനയാണ്. എന്നാൽ രണ്ടാം നിരയും ഒപ്പം ഘടകകക്ഷികളും എങ്ങനെയാണ് മന്ത്രിസ്ഥാനം സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലീഗ് നേരത്തെ 5-ാം മന്ത്രി വിവാദം ഉമ്മൻചാണ്ടി കാലത്ത് വലിയ പ്രതിസന്ധിയായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴെ തന്നെ 4 മന്ത്രിമാരെ വെച്ച് പിന്നീട് ഒരു 5-ാം മന്ത്രി എന്നുള്ള തർക്കത്തിലേക്ക് പോകാൻ ചാൻസ് ഇല്ല. ആദ്യം തന്നെ 5 മന്ത്രിമാരെ ലീഗിന് നൽകുന്നതായിരിക്കും, ഔദ്യോഗികമായി തീരുമാനിക്കുന്നതായിരിക്കും നല്ലത് എന്ന നിഗമനത്തിലേക്ക് പാർട്ടി തന്നെ എത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ലീഗ് അത് പറയും. 5+1 എന്നുള്ളതാണ് ലീഗിൻ്റെ ആവശ്യം. അതൊരു പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് വിപ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാബിനറ്റ് പദവിക്ക് തുല്യമായ സംഭവം കൂടി കൊടുത്ത് 5+1 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതിനനുസരിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒക്കെ മാധ്യമ വാർത്തകൾ മാത്രമായി മാറാനാണ് ചാൻസ്. അങ്ങനെ
അങ്ങനെ ഒരു സാധ്യതയില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാർ എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. നേരത്തെ തന്നെ 5 MLA-മാർക്ക് ഒരു മന്ത്രി എന്നുള്ളതാണ് ഒരു സമവാക്യമായി പൊതുവെ പറയാറുള്ളത്. ആ മട്ടിൽ കണക്കെടുക്കുമ്പോൾ കോൺഗ്രസിന് 12 മന്ത്രിമാരാണ് ഉണ്ടാവുക, ലീഗിന് 5 മന്ത്രിമാരുണ്ടാവും. ബാക്കി ചെറുകക്ഷികൾ കുറേ ഉണ്ട് ഇത്തവണ ജയിച്ചു വന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 2 ചോദിച്ചിട്ട് അതിലൊന്ന് മാത്രമാണ് നൽകാൻ സാധ്യതയുള്ളത്. RSP 3 MLA-മാരായിട്ട് അവർ പൂർവ്വ പ്രതാപകാലത്തേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം CP ജോൺ എത്രയോ കാലമായി, ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന CP ജോൺ പൊതുവായ ചർച്ചകളിൽ മുഖ്യധാരയിലൊക്കെ വരുന്ന ആളാണ്. പലപ്പോഴും പലരും പറയാറുള്ളതാണ്, പാർട്ടിക്കപ്പുറത്ത് ആ CP ജോൺ ഒരു തവണയെങ്കിൽ ജയിച്ചോട്ടെ എന്ന് പറയാറുള്ളതാണ്. അങ്ങനെ ഒരു പ്രാഗൽഭ്യവും വൈദഗ്ധ്യവും ഉള്ള ആളാണ് അദ്ദേഹം. CPM-ൽ നിന്ന് MBR-ൻ്റെ ഒപ്പം ഇറങ്ങി വന്ന് ഇക്കാലം അത്രയും അദ്ദേഹത്തിൻ്റെ മികവ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആകെപ്പാട് അദ്ദേഹം ഒരു സ്ഥാനം ആസൂത്രണ കമ്മീഷൻ അംഗമായി കൊണ്ട് മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളത്. ഇത്തവണ അദ്ദേഹം ജയിച്ചു. CMB ഘടകകക്ഷി എന്നുള്ളതിൽ മന്ത്രിയും ആകും എന്നുറപ്പാണ്. ഒപ്പം കേരള കോൺഗ്രസ് അനൂപ് ജേക്കബ് ഉണ്ട്. പിന്നെ ജയിച്ചു വന്ന കുഞ്ഞികൃഷ്ണൻ, പിന്നെ ഒപ്പം TK ഗോവിന്ദൻ മുതലായ G സുധാകർ, ഇങ്ങനെ 3 CPM-ൽ നിന്ന് വന്ന ആളുകൾ. അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. KK രമയാണ് അതിന് സാധ്യതയുള്ള ഒരാൾ. അത് അവർ എങ്ങനെയാണ് സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല. ഇതാണ് ഘടകകക്ഷിയുമായി ബന്ധപ്പെട്ട കാര്യം. എന്നാൽ കോൺഗ്രസിൻ്റെ കാര്യം പ്രധാനമാണ്. കോൺഗ്രസിൽ മന്ത്രിമാരുടെ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിയേക്കാൾ കഠിനമാകും എന്നാണ് മാതൃഭൂമി പറയുന്നത്. മുഖ്യമന്ത്രി ആരാകുമെന്നത് മറ്റ് മന്ത്രിമാരുടെ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കും എന്ന് മാതൃഭൂമി പറയുന്നുണ്ട്. സാമുദായിക സന്തുലനം, വനിത, പിന്നോക്ക വിഭാഗ, ജില്ലാ പ്രാതിനിധ്യം ഒക്കെ ഉറപ്പാക്കണം. അതിൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നത് സംബന്ധിച്ച് ഇപ്പോഴത്തെ തർക്കത്തിൽ വരുന്ന VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും KC വേണുഗോപാലും ആയാലും ഒക്കെ ആ ഒരു പ്രതിസന്ധിയില്ല. എല്ലാവരും ഒരേ സമുദായത്തിൽ പെടുന്ന ആളാണ്. ആ നിലയിൽ ഉള്ള ഒരു വസ്തുതയുണ്ട്. അതിൻ്റെ തുടർച്ചയായി വരുന്ന മന്ത്രിമാരുടെ കാര്യത്തിൽ ഈ പ്രാതിനിധ്യത്തിൻ്റെ ആനുപാതികത എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ടായിരിക്കും തീരുമാനിക്കാമെന്നാണ് മാതൃഭൂമി പറയുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സ്വാഭാവികമായും മന്ത്രിയാവും. K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വിഷ്ണുനാഥ് എന്നിവർ പരിഗണിക്കപ്പെടും. ഷാനിമോൾ ഉസ്മാനോ ബിന്ദു കൃഷ്ണയോ വനിതാ പ്രാതിനിധ്യമായി കടന്നു വരാം. AP അനിൽകുമാർ, M ലിജു, VT ബൽറാം, T സിദ്ദിഖ്, ചാണ്ടി ഉമ്മൻ, ശക്തൻ, മാത്യു കുൾനാടൻ, TJ വിനോദ്, M വിൻസെന്റ്, K ജയന്ത് എന്നിവരുടെ പേരുകളും നേതൃത്വത്തിൻ്റെ മുമ്പാകെ എത്തും. ഇവരിൽ നിന്ന് ഒരു സ്പീക്കറെയും കണ്ടെത്തും എന്നാണ് മാതൃഭൂമിയുടെ വാർത്ത. അതേസമയം മനോരമ പറയുന്നത് സണ്ണി ജോസഫ്, തിരുവഞ്ചൂർ, K മുരളീധരൻ, PC വിഷ്ണുനാഥ് എന്നിവരുടെ പേര് എല്ലാവരും പറയുന്നുണ്ട്. ഒപ്പം T സിദ്ദിഖ്, AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, N ശക്തൻ, റോജി M ജോൺ, കുഴൽനാടൻ, ലിജു, ചാണ്ടി ഉമ്മൻ, M വിൻസെന്റ്, TJ വിനോദ്, ബൽറാം, ജയന്ത്, മോഹൻ, TO മോഹനൻ, സജീവ് ജോസഫ് തുടങ്ങിയവരുടെ പേരുകൾ രാഷ്ട്രീയ വൃത്തങ്ങളിലുണ്ട്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിൽ എങ്ങും എത്താത്ത സാഹചര്യമാണുള്ളത്. പേരുകൾ ഇങ്ങനെ കിംവദന്തികളായി പരിഗണിക്കുന്നുണ്ട്. ഇതിൽ സജീവ് ജോസഫിൻ്റെ പേര് ഇതിന് ഉൾപ്പെടുത്തിയത് എന്തിനാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം സജീവ് ജോസഫ് ഇരിക്കൂറിൽ രാജിവെച്ചിട്ടാണ് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുക എന്നാണ് മറ്റ് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത്. അതുകൊണ്ട് സജീവ് ജോസഫിനെ മന്ത്രിമാരുടെ പട്ടികയിലെ പേരിൽ ഉൾപ്പെടുത്തി തന്നെ KCക്ക് പാരവെക്കാനാണോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. കഴിഞ്ഞ മന്ത്രിസഭയിൽ 5 പേരുണ്ടായിരുന്നതിൽ ലീഗിൻ്റെ ആളുകൾ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, മഞ്ഞളാംകുഴി അലി, KM ഷാജി, പാറക്കൽ അബ്ദുള്ള, VE അബ്ദുൽ ഗഫൂർ, AKM അഷ്റഫ്, ആബിദ് ഹുസൈൻ തങ്ങൾ തുടങ്ങിയവർ ലീഗിൻ്റെ പരിഗണനയിലുണ്ട്. കേരള കോൺഗ്രസ് മന്ത്രി 2%. ഒന്ന് മോൻസ് ജോസഫിനെ പോലെ സീനിയറായ നേതാവുണ്ട്. 2 മന്ത്രിമാരെ കൊടുത്തില്ലെങ്കിൽ മോൻസ് ജോസഫ് ഉണ്ട്, അബു ജോൺ ജോസഫ് ഉണ്ട്, PJ ജോസഫിൻ്റെ മകനും ഉണ്ട്. ഈ 2 പേരെ മന്ത്രിയാക്കണം എന്നുള്ളത് കേരള കോൺഗ്രസ് സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു പ്രതിസന്ധി അവർ നേരിടും. നേരത്തെ അപ്പു തന്നെ ഇലക്ഷൻ പ്രചരണം കഴിഞ്ഞ് വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്തു, അതുകൊണ്ട് മന്ത്രി സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ പരിഗണന തരണം എന്ന് പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം മറ്റ് പേരുകൾ മോൻസ്, തോമസ് ഉണ്ണിയാടൻ, അപ്പു ജോൺ ജോസഫ് എന്നിവരെ പരിഗണിച്ചേക്കുമെന്ന് തോമസ് ഉണ്ണിയാടൻ്റെ പേര് സീനിയോറിറ്റി വെച്ച് മനോരമ പറയുന്നുണ്ട്. RSP ഷിബു ബേബി ജോൺ, കേരള കോൺഗ്രസിലെ അനൂപ് ജേക്കബ്, മറ്റ് കക്ഷികളിൽ നിന്ന് CP ജോൺ, മാണി C കാപ്പൻ എന്നിവരും മന്ത്രിമാരായേക്കും. KK രമയുമായും ചർച്ച നടത്തും. 21-അംഗ മന്ത്രിസഭയാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഇതാണ് മനോരമയുടെ മന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള സാഹചര്യ വിശകലനം. എന്തായാലും മുഖ്യമന്ത്രിയും മന്ത്രിയും സംബന്ധിച്ച ചർച്ചകൾ ഇനിയുള്ള ദിവസങ്ങളെ സജീവമാക്കും എന്നുറപ്പാണ്. മുഖ്യമന്ത്രി ആരാകുമെന്നത് സംബന്ധിച്ച് ഇന്ന് നേരം പുലർന്നപ്പോൾ തന്നെ ഞാൻ തുടക്കത്തിൽ കാണിച്ച കേരള ഹൗസിലെ ഈ പോസ്റ്ററിൽ നിന്ന് ചർച്ചകൾ ആരംഭിക്കുകയാണ്. ഇനിയുള്ള അങ്ങോട്ടുള്ള വലിയ ചർച്ചകളിലേക്ക് ഡൽഹി ആയിരിക്കും സാക്ഷ്യം വഹിക്കുക. ഇവിടുന്ന് ആൾക്കാരെ വിമാനം പിടിച്ച് അങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരുമോ എന്നുള്ളൊരു സാഹചര്യമുള്ളൂ. എന്തായാലും മറ്റ് സ്റ്റേറ്റുകളിലെ പോലെ റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്ത് MLA-മാരെ കൊണ്ടുവരേണ്ട സാഹചര്യം കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുവരെ നമുക്ക് ആശ്വസിക്കാം. ഈ തർക്കങ്ങൾ എങ്ങോട്ട് എത്തുമെന്നും ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്നും VD സതീശൻ എന്ന പേരിലേക്ക് തന്നെ വളരെ എളുപ്പത്തിൽ എത്താവുന്ന ഒരു പേരിലേക്ക് തന്നെ എത്തുന്നതിന് പകരം
പകരം മറ്റ് ചർച്ചകളിലേക്ക് പോകുമോ, അതോ രമേശ് ചെന്നിത്തല എന്ന വളരെ സീനിയോറിറ്റിയുള്ള നേതാവ് എന്ന നിലയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ആകാംക്ഷയാണ് ബാക്കിയാവുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.